ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 6ാമത്തെ വ്യാഴാഴ്ച. ഇന്ന് നമുക്ക് ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലുള്ള ഒരു സംഭവമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു മലയിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച്, അവരുടെ മുമ്പിൽ വെച്ച് കർത്താവ് രൂപാന്തരപ്പെടുകയാണ്. ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം തൂവെള്ളയായി അവന്റെ വസ്ത്രം മാറുകയാണ്. ഉടനെ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മരിച്ചവരുടെ പ്രതിനിധിയായി മോശയും ജീവനുള്ളവരുടെ പ്രതിനിധിയായി, പറഞ്ഞാൽ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയവന്റെ പ്രതിനിധിയായി ഏലിയായും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ എന്ന് പറയുന്ന വാക്യം അവിടെ യാഥാർത്ഥ്യമാവുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കർത്താവിനോട് കൂടി ഇരിക്കുമ്പോൾ ഈ ശിഷ്യന്മാര് അവരുടെ പരിസരം മറന്നു പോവുകയാണ്. അവർക്ക് വളരെ ആനന്ദം തോന്നുകയാണ്. ദൈവരാജ്യത്തിന്റെ ഒരു സാദൃശ്യം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് കാണുന്നത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത് അവർ കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. പിതാവായ ദൈവത്തിന്റെ പ്രിയപുത്രനാണ് കർത്താവെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കർത്താവരോട് പറഞ്ഞത് ആരോടും പറയരുത്. അവർ പേടിച്ചിട്ടും അല്ലാതെ ആരോടും ആദ്യം ഒന്നും പറഞ്ഞില്ല. ഏതായാലും പത്രോസ് പറഞ്ഞു, നമുക്ക് 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ഞങ്ങൾ നിങ്ങളുടെ ഈ നല്ല പാർപ്പിടം കണ്ട് സന്തോഷിച്ച് കഴിഞ്ഞുകൊള്ളാം. സ്വയം മറന്നു പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ അനുഭവം എന്നുള്ളത് അതാണ്. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത ബന്ധങ്ങൾ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളാണ്. നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്നേഹബന്ധത്തിലാണെങ്കിൽ പിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ പറയും. നല്ല സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കുന്നതാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിലാണ്. ഇതെല്ലാം ദൈവരാജ്യ സമൃദ്ധമാണ്. പക്ഷേ അതെല്ലാം നഷ്ടപ്പെടും നമുക്ക്. നമ്മൾ ഒറ്റയ്ക്കാവും. പക്ഷെ ഒന്നോർത്തിരിക്കുക, ഒറ്റയ്ക്കാവുമ്പോഴും മഹത്വപൂർണവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ രഹസ്യം നമ്മളെ അറിയിക്കുന്നതിനാണ് കർത്താവ് രൂപാന്തരപ്പെടുന്നത്. അവൻ ദൈവരാജ്യത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നവനാണ്. അതിലേക്ക് നമ്മെ ചേർക്കുന്നവനാണ്. അവിടെ നമ്മെ ഇരുത്തുന്നവനാണ്. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയട്ടെ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഒരുപാട് നിത്യജീവൻ ഞാൻ ലക്ഷ്യമാക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ദൈവരാജ്യ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളങ്ങനെ നാളെ നിൽക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ.